എഴുന്നേക്കരുത്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരപ്പായിലിരുന്നാൽ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ നിസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിലിരുന്ന, നമസ്കാരം കഴിഞ്ഞ എഴുന്നേറ്റ് ഓടുകയാണ്. സഫിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നവരുണ്ട്, പോയിട്ട് തൂണിൽ ചാരുന്നവരുണ്ട്, ഭിത്തിയിൽ ചാരിയിരിക്കാൻ ധൃതി കാണിക്കുന്നവരുണ്ട്. എഴുന്നേറ്റ് പോകല്ലേ വാപ്പാ, നിനക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്കൂ, നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കൂ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ദുആ ചെയ്യുകയാ. ആ നിസ്കാരപ്പായിലിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ ഗഫിർ ലഹു, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ റഹംഹു, നീ മനുഷ്യനോട് കരുണ കാണിക്കണേ അല്ലാ. ആ നിസ്കാരപ്പായിലിരിക്കുന്ന സമയം അത്രയും അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ പാപം പൊറുക്കാർ, നിനക്ക് സ്വർഗ്ഗം അല്ലാഹു തരാർ, നിനക്ക് നരകമോചനം തരാ. അല്ലാഹുവേ, നിന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കുന്നതിന് വേണ്ടി, അല്ലാഹു നിന്നോട് കരുണ കാണിക്കുന്നതിന് വേണ്ടി, അല്ലാഹു നിനക്ക് സ്വർഗ്ഗം തരുന്നതിന് വേണ്ടി അറിയാതെ മലക്കുകൾ നിന്റെ തലയുടെ മുകളിൽ നിന്ന് ദുആ ചെയ്യുകയാ. ഇതിനെക്കാരും എന്തേ വേണ്ടത്? ഒരു മിനിറ്റ് ആണെങ്കിൽ, ഒരു 5 മിനിറ്റ് ആണെങ്കിൽ ആ നമസ്കാരപ്പായിൽ തന്നെ ഇരിക്കുവാപ്പാ. ഇത് ഞാൻ പറഞ്ഞതല്ലല്ലോ, ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ലല്ലോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങളല്ലേ പറഞ്ഞത്, ഇമാം ബുഖാരി തങ്ങളല്ലേ ഹദീസ് വിശദീകരിക്കുന്നത്. ലോകത്തിന്റെ നേതാവ് പറയുകയാ, നമസ്കാരം കഴിഞ്ഞ അതേ മുസല്ലയിൽ ഇരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്, അവന് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ കാരുണ്യം വർഷിക്കുകയാണ്. അതുകൊണ്ട് സഹാബാ, പാപം പൊറുക്കാനുള്ള 10 വഴികളിൽ 5ാമത്തെ വഴി എന്തെന്നറിയുമോ? നിസ്കാരപ്പായിലിരിക്കണേ, നിസ്കരിക്കുന്ന മുസല്ലയിലിരിക്കണേ. മലക്കുകളുടെ പ്രാർത്ഥന നിനക്ക് കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മറക്കല്ലേ ചെറുപ്പക്കാരാ, മറക്കല്ലേ പെങ്ങളെ.